മാമ ഓണായിട്ട് എല്ലായിടത്തും ഇപ്പോൾ ഓഫറാണ്. ഫർണിച്ചർ കടയിൽ അലമാര വാങ്ങിയ ചാവി ഫ്രീ ആണ്. ടെക്സ്റ്റൈൽസിൽ ഷർട്ട് എടുത്ത ബട്ടൺസ് ഫ്രീ ആയിട്ട് കിട്ടും. ഫാൻ മേടിക്കുമ്പോൾ അതിൻ്റെ 3 ചിറക് ഫ്രീ ആണ്. ഇപ്പം ഏത് കാർ മേടിച്ചാലും അതിൻ്റെ 4 ടയറും ഫ്രീ ആണ്. അതിപ്പോൾ നാളെ എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞാണ്ട് കേടെന്ന സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കൂട്ടിന്നല്ലേ ഈ കടക്കാർ. അതൊക്കെ തട്ടിക്കൂട്ടി ഇപ്പം ഉണ്ടാവും ഈ ഓഫർ കൂടി കൊടുത്ത് വിടുന്നു. പിന്നെ വിലയൊക്കെ ഒന്നാണ്ട് കൂട്ടിയിട്ടാണ്ട് അത് ഇത്തിരി കുറച്ച് കണ്ട് അവരെ നോർമൽ റേറ്റിൽ തന്നെ ആണ്ട് വിറ്റ് ഒഴിവാക്കും. ആ കുറക്കൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നായിട്ട് അവിടെ കുറച്ച് വാരിക്കൂട്ടി കൊടുക്കുന്നുണ്ടെന്ന്. ഓഫർ കൊടുക്കണത് മുഴുവൻ പറ്റിക്കല്ല. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചില സാധനങ്ങൾ ചില ടീമുണ്ട് സത്യസന്ധമായി കൊടുക്കണം. ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഓഫർന്ന് കേട്ട് കഴിഞ്ഞാൽ ഓടിക്കൂടുകയല്ലേ, വെറുതെ വാരി കൊടുക്കുക എന്ന വിചാരം. ഒരു കാറ് മേടിക്കുമ്പോൾ ഒരു തീപ്പെട്ടി ഫ്രീ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത പൈസ തട്ടിക്കൂട്ടി കാറ് മേടിക്കാൻ പോണ ആൾക്കാരെ നമ്മൾ. 30,000 റുപ്യൻ്റെ TV മേടിക്കുമ്പോൾ ഒരു 100 റുപ്യൻ്റെ റിമോട്ട് ഫ്രീ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കട അടക്കാൻ നേരത്തും ആ കടയ്ക്ക് തള്ളിക്കയറ്റാം ആ TVയും റിമോട്ടും മേടിക്കാൻ. ആ ഒരു റിമോട്ടും ആ TV അടിച്ചു പോവുകയും ചെയ്യും. ലോക്കൽ സാധനം വെച്ചിട്ട് ഒക്കെ ഈ ഓഫറിൽ തള്ളിപ്പോണേ. പച്ചക്കറി ആൾക്കാർക്ക് അത്യാവശ്യമായിട്ട് കടക്കാരൊക്കെ പച്ചക്കറിക്ക് വില കൂട്ടി വെക്കും. അതൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ വീട്ടിൽ തന്നെ വളർത്തി നല്ല പച്ച കയ്പങ്ങ